ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ആൻഡ് കല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ്. കുഞ്ഞിൻ്റെ ചെക്കപ്പിൻ്റെ ദിവസമാണ്. പിന്നെ ട്യൂബ് മാറ്റാറായിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. കോട്ടയത്ത് ESA ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റും റൊട്ടീൻ ചെക്കപ്പും ഒക്കെ നടത്തുന്നത്. ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് പോകുന്നത്. ചേച്ചി ചിങ്ങവനത്ത് നിൽക്കും. ചേച്ചിനെയും കൂടി വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോന് എന്ത് പറ്റിയതാ, ട്യൂബ് ഇട്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ. അതിനൊക്കെ ഉള്ളൊരു ഉത്തരം കൂടി പറയാമെന്ന് വിചാരിച്ചു. മോൻ്റെ പേര് അർണവ്. ഞങ്ങളുടെ കുഞ്ഞു ഈ ഏപ്രിൽ 1 ആകുമ്പോൾ അവന് 5 വയസ്സ് പൂർത്തിയാവും. അവന് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചാൽ മൈക്രോസെഫാലി എന്ന അവസ്ഥയാണ്. അതായത് തലയ്ക്ക് വലിപ്പക്കുറവ്, അതിനോടൊപ്പം തന്നെ CP ഉണ്ട്, ഡെവലപ്മെൻ്റൽ ഡിലേ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് റുബല്ല പോലെ എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് കുട്ടീനെ ബാധിച്ചതാണെന്നാണ്. പിന്നെ വേറെ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഡെലിവറി ടൈമിൽ സംഭവിച്ചതാണ്. ഡെലിവറി ടൈമിൽ ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ ആയെന്നാണ്. അങ്ങനെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഡെലിവറി ടൈമിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 8-ാം മാസം തുടക്കത്തിൽ വാട്ടർ ബ്രേക്കായിട്ട് പെട്ടെന്നുള്ള ഡെലിവറി ആയിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡെലിവറിയൊക്കെ. അപ്പോൾ അങ്ങനെ പറ്റിയതാണ് കുഞ്ഞിന്. പിന്നെ ഇപ്പോൾ ട്യൂബ് ഇട്ടിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ന്യൂമോണിയ ആയിട്ട് ഇപ്പോൾ സീരിയസ് ആയിട്ട് വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇട്ടതാണ് ട്യൂബ്. ഇപ്പോൾ നേരത്തെ ഇതുപോലെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ന്യൂമോണിയ വരുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ട്യൂബ് ഇടും. 5 ദിവസത്തെയോ 7 ദിവസത്തെയോ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞ് ട്യൂബ് എടുത്ത് വായിലൂടെ ഫീഡ് ചെയ്തിട്ടൊക്കെയാണ് വിടാറ്. ഇത്തവണ മാത്രം അല്പം സീരിയസ് ആയിരുന്നു. അത് കാരണം ട്യൂബ് ഇട്ട് തന്നെയാണ് വീട്ടിൽ വിട്ടത്. കഴിഞ്ഞ 2024 മാർച്ച് പകുതിക്ക് ഇട്ട ട്യൂബാണ്. ഇതുവരെയായിട്ട് അത് ഊരാൻ പറ്റിയില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയപ്പോൾ വായിലൂടെ കൊടുത്തു നോക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴും വായിലൂടെ കൊടുക്കുന്ന ഫുഡ് ശ്വാസകോശത്തിലോട്ടും കൂടി പോകുന്നു. അങ്ങനെ വീണ്ടും ന്യൂമോണിയ ആവുന്നു. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ട്യൂബിലൂടെ മാത്രം ഫീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ പോയി ട്യൂബ് മാറ്റും, ചെക്കപ്പ് നടത്തും. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ. അത് കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ 2 തവണ ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റ് ആയായിരുന്നു. അപ്പോൾ കോട്ടയത്ത് ESAയിലാണ് കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ.